അനീഷാണ് എൻ്റെ ഇന്നത്തെ ഹീറോ. എന്ത് ഐറ്റമാണ് പ്രിയപ്പെട്ടവരെ അത്. ചങ്കൂറ്റം എന്നൊക്കെ പറഞ്ഞ അനീഷിന്റെ ചങ്കൂറ്റമാണ് ഒരു ചങ്കൂറ്റം. നോമിനേറ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റില്ല, എന്നിട്ട് കൂടി എല്ലാവരുടെയും മുന്നിൽ എണീറ്റ് നിന്ന് പുള്ളിക്ക് പറയാനുള്ളത് ആരുടെ പേരാണോ പുള്ളിയുടെ മനസ്സിൽ നോമിനേറ്റ് ചെയ്യണമെന്ന് ഈ ആഴ്ച പുള്ളി ആഗ്രഹിച്ചത് അത് പുള്ളി പറഞ്ഞു. അനുമോളുടെ പേര്. എന്തിന്? ജിസയിൽ പോലും അനുമോളുടെ പേര് പറഞ്ഞില്ല. കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട്, അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന്റെ ഫ്രണ്ടിലല്ല, അനീഷ് ഉള്ള കണ്ടസ്റ്റൻസിന്റെയും ഫ്രണ്ടിൽ നിന്നിട്ടാണ് പറഞ്ഞത്. ജിസയിലിനകത്ത് കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് അനുമോളുടെ പേര് പറയാൻ ധൈര്യമില്ല. എന്തുകൊണ്ട്? മനസ്സിലായി അനുമോൾക്ക് പുറത്തുള്ള സപ്പോർട്ട്. ഇനി അനുമോളെ പണിയാൻ പോയാൽ പണി അങ്ങോട്ട് കിട്ടുമെന്ന് ജിസേലിന് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെയായിരിക്കും ജിസേൽ മിണ്ടാതിരുന്നത്. ഇല്ലെങ്കിൽ അത്രയും വലിയൊരു ആരോപണം ജിസേലിനെതിരെ പറഞ്ഞിട്ടുണ്ട് അനുമോള്, എന്നിട്ട് പോലും അനുമോളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ, കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ എണീറ്റ് നിന്ന് നിയമലംഘനമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് അനുമോളുടെ പേര് പറയാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. എന്താ ഐറ്റം അല്ലേ പറഞ്ഞോളെ അനീഷ്. ഒരു പേടിയില്ല പുള്ളിക്ക് പറയാനുള്ള. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു നോക്കാം, ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. എൻ്റെ അറിവിൽ PR ഇല്ലാതെ അതിനകത്ത് കളിക്കുന്ന ബിഗ് ബോസിനകത്തുള്ള കുറച്ച് ആളുകളുണ്ട്. അതിനകത്തൊരാളാണ് അനീഷ്. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അനീഷിനെ. അനീഷ് നല്ലത് ചെയ്താൽ, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം, നല്ലത് അനീഷിന്റെ ഭാഗത്തുനിന്ന് കണ്ടാൽ ഞാൻ പറയും. അത് അനീഷിന്റെ എന്നല്ല, ആരുടെ ഭാഗത്ത് നല്ലത് കണ്ടാലും ചീത്തത് കണ്ടാലും ഞാൻ പറയും. പക്ഷെ ഈ വ്യക്തിയെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് PR-ന്റെ പണി അങ്ങോട്ട് കൂടും. ഒരുപാട് PR കളികൾ വരും. അപ്പൊ ചിലപ്പോൾ അനീഷ് ഒന്ന് താന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ബാക്കിയുള്ളവരെ പൊക്കി 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 സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുമ്പോൾ അനീഷ് താന്നു പോകും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയാൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അയാളുടെ ഗെയിം കൊള്ളാമെങ്കിൽ ഞാൻ സംസാരിച്ചിരിക്കും. അപ്പോൾ കാര്യത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം. ക്യാപ്റ്റൻസി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അഭിലാഷാണ്. വിശദമായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുമ്പോൾ പറയാം. ഇപ്പോൾ വളരെ ലൈറ്റായിട്ട് പെട്ടെന്ന് ലൈവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അഭിലാഷ് ക്യാപ്റ്റനായി. അഭിലാഷിനെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ പറയണം. എനിക്കത് സംശയം തോന്നി ഒരു പോയിന്റിൽ. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പം അഭിലാഷ് ക്യാപ്റ്റൻ ആവുന്നത് മുട്ടനിടിയും ബഹളോ ഒച്ചയും ബഹളോ പരമാസ്തോരിയാണ് അവിടെ നടക്കുന്നത്. എന്താണെങ്കിലും ഓരോ ടീമിനെ അഭിലാഷ് സെറ്റ് ചെയ്യുന്നുണ്ട്. കിച്ചൺ ടീമിനെ എടുത്തു. അക്ബർ, ജിഷിൻ, പ്രവീൺ, ബിന്നി, ഇത്രയും പേരാണ് കിച്ചണിൽ. വെസലില് ആദില, ലക്ഷ്മി, അനീഷ്, അനുമോള്. ഫ്ലോറില് മസ്താനി, രണ ഫാത്തിമ, നൂറ, സാബുമോൻ, ഷാനവാസ്. പിന്നെ ബാത്റൂം കക്കൂസ് ടീമില് ജിസയില്, ഒനീല്, നെവിൻ, അബി. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു സംശയം അവിടെ എല്ലാവർക്കും വന്നു. ജോലി ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ, ഒരാൾ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യും? അക്ബറാണ് ഇത് ചോദിക്കുന്നത്. ഉടനെ അബി പറയുന്നുണ്ട്, എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അങ്ങനെ പണിയെടുക്കാതിരിക്കുന്നവരെ എവിക്ഷൻ, അടുത്ത ആഴ്ച നോമിനേഷനിലിട്ട് എവിക്ഷന് തട്ടണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് അക്ബർ അപ്പം തന്നെ പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. അത് അബി പറഞ്ഞപ്പോൾ തന്നെ ഞാനുള്ളൂ, ജീവനത്ത് ഇങ്ങനെ പറയുന്നത് അത്രയും ബുദ്ധിയില്ലേ അബിക്ക്? എവിക്ഷനിൽ നേരിട്ട് അങ്ങ് ഇട്ടേക്കണമെന്ന്, പണിയെടുത്തില്ല എന്നും പറഞ്ഞ് അതെവിടെ? അപ്പം ബാക്കിയുള്ളത് അക്ബർ ചോദിക്കുന്നുണ്ട്, എടാ അതിനെക്കാട്ടിലും വലിയ തെറ്റ് കാണിക്കുന്നവരുണ്ട് ഇവിടെ, അപ്പൊ അവരെ വേണ്ട എവിക്ഷനിലൊക്കെ ഇടാൻ, അല്ലാതെ പാത്രം കഴുകുന്നില്ല എന്നതിന്റെ പേരിൽ അത് വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് അവിടെ ആർക്കും അറിയത്തില്ല. രണ ഫാത്തിമയൊക്കെ വന്നിട്ട് പറയുന്നത് ഭക്ഷണം കൊടുക്കാതിരിക്കണമെന്ന്. അതൊക്കെ വേറെ തലത്തിലേക്ക് പോകും. അപ്പൊ അബി അത് പറയുന്നുണ്ട്, അത് നടക്കുന്ന കാര്യമല്ല, അതൊക്കെ വേറെ രീതിയിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ ആര്യൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അനീഷ് പണിയെടുക്കില്ല, അനീഷ് വെസൽ ടീമിലുണ്ടായിരുന്നോ എടുക്കുന്നില്ലായിരുന്നു എന്നൊക്കെ ഇവൻ പറയുന്നത് കേട്ടെ. ഞാനപ്പോൾ ലിറ്ററലി ആലോചിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയത്തില്ല, ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞതായിരുന്നു. ഈ ആര്യൻ, നമ്മുടെ അനീഷൊക്കെ കിച്ചണിലല്ല വെസലിലുണ്ടായിരുന്ന സമയത്ത് ഈ ആര്യൻ പണിയെടുക്കത്തില്ല. ആര്യന് വേണ്ടി പണിയെടുത്തോണ്ടിരുന്ന ജിസയിലായിരുന്നു. അനീഷ്, ഇവർ ഈ ഷിഫ്റ്റ് വെച്ചിട്ടായിരുന്നു പണിയെടുത്തോണ്ടിരുന്നത് ഇവരുടെയൊക്കെ ആ ഒരു ടീമുള്ള സമയത്ത്. ആ സമയത്ത് അനീഷ് പണിയാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, അനീഷ് പാത്രം കഴുകാൻ വരുമ്പോഴത്തേക്ക് പാത്രങ്ങൾ അങ്ങോട്ട് കുന്നുകൂടും. ഓരോരുത്തരൊക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്തുനിന്ന് വരെ പാത്രമൊക്കെ കൊണ്ടുവന്നെടുത്ത് തട്ടിക്കൊണ്ടിരുന്നത്. അതായത് ആരെയൊന്നും പ്രോപ്പറായിട്ട് ചെയ്യത്തില്ലായിരുന്നു. ഈ മനുഷ്യനെ ഇട്ടിട്ടായിരുന്നു പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. വ്യക്തമായിട്ട് ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. അങ്ങനെയൊക്കെ ആ മനുഷ്യനോട് ചെയ്ത ഇവന്, എന്നിട്ട് അവൻ ഇതെല്ലാം പറഞ്ഞിട്ട് പറയേ തമാശയ്ക്ക് പറഞ്ഞതാ. ഇവന്റെ ഈ തമാശ നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ തമാശകൾ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. നെവിൻ തമാശ കാണിക്കാറുണ്ട്, നമുക്ക് ആ സെൻസിൽ എടുക്കാൻ പറ്റാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഷാനവാസും നമ്മുടെ അനീഷും കൂടെ ഇരുന്ന് തമാശ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള പല തമാശകൾ നമ്മളവിടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും ദേഷ്യം വരുന്നില്ല. പക്ഷേ ഈ ആര്യൻ്റെ ഈ പരിപാടി കാണുമ്പോൾ, ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ആര്യൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു കളിയാക്കലുണ്ട്.
മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു സാധനം, ആ ഒരു രീതിയിലാണ് ഇവൻ ഗെയിം കളിക്കുന്നത്. പിടികിട്ടിയില്ലേ? ഈ ഒരു സാധനമൊക്കെ അവിടെ പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു ഇവൻ എന്ത് വർത്താനം ഇനി പറയുന്നത്. അതും പോട്ടെ, ആര്യൻ ഇത് പറഞ്ഞപ്പോൾ ആര്യനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആദിലനെ ഞാൻ കണ്ടു. ആദില പറയുന്നു ആ പണിയെടുക്കത്തില്ല. ആദിലയുടെ കാര്യം നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം കേട്ടോ. ഈ വരുന്ന എന്താവുമെന്ന് കണ്ടറിയാം. ഇവര് തമ്മിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദിലയും അതുപോലെ തന്നെ നൂറയും കൂടെ ഈ ഒരു ക്യാപ്റ്റൻസിയുടെ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും നിലത്ത് മറ്റേ ആ മേക്കപ്പ് റൂമിന്റെ അവിടെ കിടന്നിട്ട് കഥകൾ സംസാരിക്കുകയാണ്. നൂറ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ആദിലയ്ക്കും നൂറയ്ക്കും രണ്ടുപേർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പേര് ആദിലേനെ നോമിനേറ്റ് ചെയ്തപ്പം അധികം വൈകാതെ ആദില പുറത്തോട്ട് പോകുമെന്ന്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഇവർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഫാമിലി റൗണ്ട് വരുമ്പോഴെങ്കിലും വന്നതിന് ശേഷം നമുക്ക് പോയാൽ മതി, നമ്മുടെ ആരെങ്കിലും ഒക്കെ ഈ വീട്ടിൽ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പക്ഷെ അതുവരെ നിന്നില്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നം വരും എന്നൊക്കെ നമ്മുടെ ആദിലയും നൂറയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം, അത് അവരുടെ സംസാരത്തിന് ശേഷമാണ് ഇവരവിടെ സംസാരിക്കുന്ന സമയത്ത് ഭക്ഷണം വിളമ്പി. ഇവർക്ക് ഫുഡ് കിട്ടിയില്ല. ഇവരെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഥയും പറഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുഡ് തീർന്നു പോയി. ഇവർക്ക് ഫുഡ് കൊടുക്കണമെന്ന് ഇപ്പം ഈ ഒരു പുതിയ ടീമിനെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സംസാരം ആരോ പറയുന്നുണ്ട്, റെന പറയുന്നുണ്ട് അവർ കഴിച്ചിട്ടില്ല, അവർക്ക് ഫുഡ് കൊടുക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികൾ വേണം അവിടെ ഇല്ലാതെയാക്കാൻ. കാരണം എല്ലാവരും കഴിക്കുന്ന സമയത്ത് അവർ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് അനൗൺസും ചെയ്ത് 2 പ്രാവശ്യം. പെട്ടെന്ന് കഴിക്കുന്നോ അതോ കഴിച്ചതിന് ശേഷമാണോ കഴിക്കുന്നതിന് മുമ്പാണോ നമുക്ക് ടാസ്ക് ചെയ്യണം, ക്യാപ്റ്റൻസി, ഇങ്ങനെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കഴിച്ചിട്ട് വരാം, എന്തായാലും ഇരുന്നല്ലോ. അപ്പോഴും ഇവർ രണ്ടുപേരും കഥയും പറഞ്ഞ് കിടക്കുക. മനസ്സിലായില്ലേ? എല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭക്ഷണവും തീർന്നു. അപ്പം ഭക്ഷണമൊന്നും കഴിക്കാതാണ് അവിടെ ഇരിക്കുന്നത് രണ്ടുപേരും. പക്ഷെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ പുതിയ അബി ക്യാപ്റ്റൻ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരിക്കും. അത് എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. ഇല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞ് റന ഫാത്തിമ പറഞ്ഞ കണക്ക് ഭക്ഷണം ഒരു തെറ്റിയതെന്നും പറഞ്ഞ് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അതൊക്കെ വേറെ രീതിയിലേക്ക് പോകും. അത് ഹ്യൂമാനിറ്റി ഇല്ലായ്മയുടെ അങ്ങേ അറ്റമാണ്. തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് ഒരു ഷോയിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത്, അതൊക്കെ എങ്ങനെ റെനയ്ക്കൊക്കെ പറയാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അനീഷിന് നല്ല പണി ഇവർ ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ആ നോമിനേഷൻ ടൈമിൽ കേട്ടോ, നോമിനേഷൻ പകുതി വരെയുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതൊക്കെയായിരുന്നു സംഭവിച്ചത്. ജിസയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ജിസയിലൊക്കെ വന്ന് ജിസയിലൊന്നും അനുമോളുടെ പേര് പറഞ്ഞേ ഇല്ല. ഞാൻ പറഞ്ഞോടൊക്കെ പേടിച്ചിട്ടാ. ധൈര്യപൂർവ്വം അനീഷ് വെളിയിൽ നിന്ന് നിയമലംഘനമാണ് അനീഷ് കാണിച്ചത്. പക്ഷെ പുറത്തു നിന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അനുമോളുടെ പേര് പറഞ്ഞത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി അനുമോൾക്ക് അതുപോലെ സപ്പോർട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അനീഷിന് പറയാനുള്ളത് അത് അനീഷ് പറഞ്ഞു. പിടികിട്ടിയില്ലേ? അതിലാണ് എനിക്ക് പുള്ളിയോട് റെസ്പെക്റ്റ് ഉള്ളത്. ഞാൻ അനുമോളെയോ ഒന്നും ഞാൻ വലിച്ചടയ്ക്കുന്നില്ല. അതൊന്നുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ്. പുള്ളിക്ക് പറയാനുള്ളത് പുള്ളി പറയും. അങ്ങനെ ഒരാളാണ്, അല്ലെങ്കിൽ അതാണ് പുള്ളിയുടെ ഗെയിം. പിന്നെ അനുമോളുടെ കേസ് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മുടെ പ്രവീൺ വൈൽഡ് കാർഡ് അനുമോളുടെ പുറകെ നടക്കുന്നുണ്ട്. പുതിയ എന്തെങ്കിലും ഒരു കോംബോ സ്ട്രാറ്റജി, ലവ് സ്ട്രാറ്റജി ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ സ്ട്രാറ്റജി. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. കിച്ചണിൽ നിന്ന് ഇവർ മറ്റേ വലിയ ബിസിനസ്സുകൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ പ്രവീൺ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അനുമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ തട്ടിയും മുട്ടി അങ്ങ് പോകാം. അത് പ്രവീണ് പോലെ അറിയാം. അതുകൊണ്ടാണ് അനുമോളുടെ കീഴെ പേര് ഇരിക്കുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മറ്റേ സ്നേഹം കൂടിയിട്ടാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കൂടെ നിന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകാമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം പ്രവീൺ അനുമോളുടെ അടുക്ക പോയി ഒട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ബാക്കി ഞാൻ പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.